വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റിൽ എന്താണ് ന്യൂസ് എന്നൊന്ന് കേൾക്കാം. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഈ ന്യൂസ് കേൾക്കുന്നതും കൂടി ഒന്ന് ആഡ് ചെയ്യുക. കാരണം വെച്ചാൽ പെട്ടെന്ന് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഡൗൺ മൂവ്മെൻറ്റ് വന്നു അല്ലെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് വന്നു, അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂസും കൂടി നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ആഡ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി വേറെ ഒരു കപ്പലും വിടുന്നില്ല. ചൈനീസ് കപ്പലും അവർ തടഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യൻ കപ്പലിനെ അവർ ആക്രമിച്ചു. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഈ ഒരു റേഞ്ച് നമ്മൾ ഒരു സോണായിട്ട് എടുക്കുക. ഇതൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാത്രം എടുക്കാതെ സോണായിട്ട് എടുക്കുക. ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചത് 24,337 മേലോട്ട് ബ്രേക്ക് ഔട്ട് വരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ മേലോട്ട് വന്നു. കുഴപ്പമില്ല. ഈ ഒരു നമ്മൾ അപ്പോഴും ഇന്നലെ പറഞ്ഞു ആ വീഡിയോയിൽ സോണായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നലത്തെ ഒരു ലെവൽസ് വർക്ക് വന്നില്ല. ഇന്നലെ അല്ല, വെള്ളിയാഴ്ച മാർക്കറ്റിൽ ആ ലെവൽ വന്നില്ല. ഞാൻ പറഞ്ഞ എന്താണ്, ഈ റേഞ്ചിൻ്റെ താഴെ വന്ന് ഇതിന് ശേഷം മേളിലോട്ടൊന്ന് കയറി ഇവിടെ നിന്നൊരു റെഡ് ക്യാൻഡിൽ വന്ന് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ലെവൽ ഇന്നലെ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തില്ല. ഇന്ന് എവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നല്ല, നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് നാളെ ഒരു 24260 താഴെ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടില്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ അല്ലെങ്കിൽ 260 താഴെ 24260 റേഞ്ചിൻ്റെ താഴെ മാർക്കറ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വേണമെങ്കിലും ആകാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡിലോട്ട് ട്രേഡ് എടുക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,150 റേഞ്ച് ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് 24,000 ആയിരിക്കും. പിന്നെ തേർഡ് ടാർഗറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സ് വന്നിട്ട് ഇവിടെ നിന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ റിടെസ്റ്റ് നടക്കാം. റിടെസ്റ്റ് നടന്നില്ലെങ്കിലും ഇവിടെ നിന്ന് ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 23,900 ആയിരിക്കും. 900 ആയിരിക്കും. 23,900. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു വ്യൂ നാളത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഒന്നുകൂടി നമുക്ക് കേട്ട് നോക്കാം. സപ്പോസ് നാളെ മാർക്കറ്റ് ഈ റേഞ്ചിൽ ഓപ്പൺ ആയതിനു ശേഷം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഓപ്പണായി ഇത് ബ്രേക്ക് ചെയ്തു ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. അതിനുശേഷം ഇങ്ങനെ വന്ന ഒരു സെക്കൻഡ് ടാർഗറ്റ് ഈ റേഞ്ച് ആയിരിക്കും 24,060 അല്ലെങ്കിൽ 24,000. പക്ഷേ ഇവിടെ നിന്ന് സപ്പോസ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,900 ആയിരിക്കും. ഓക്കെ, അതായിരിക്കും എൻ്റെ വ്യൂ. അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് സ്റ്റോക്കും കൂടി, ഒരു സ്റ്റോക്ക് കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദൽ ഭാരത് ഓൾറെഡി വാലിഡ് ആണ് ആ സിറ്റുവേഷൻ. ഓക്കെ, ദൽ ഭാരതിൽ ആ സിറ്റുവേഷൻ വാലിഡ് ആണ്. നാളെ മാർക്കറ്റ് ഇതിൻ്റെ താഴെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 1960 ഈ റേഞ്ചിൻ്റെ താഴെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 1,900 വരെയുള്ള ഒരു ടാർഗറ്റ് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും ദൽ ഭാരതിൽ. പിന്നെ എൻ്റെ അടുത്ത സ്റ്റോക്ക് ഡിവിസ് ലാബാണ്. ഡിവിസ് ലാബിൽ ഞാൻ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നാളെ ഡിവിസ് ലാബിൽ 6,230 ഈ റേഞ്ചിൻ്റെ താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 6,216-15 ആ റേഞ്ച് ആയിരിക്കും. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ് ഞാൻ പറഞ്ഞത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6,200 എൻ്റെ സെക്കൻഡ് ടാർഗറ്റ്, 6,160 എൻ്റെ തേർഡ്, ഫോർത്ത് ടാർഗറ്റ് എൻ്റെ 6,120 ഈ റേഞ്ചിലായിരിക്കും എൻ്റെ ടാർഗറ്റ് പോകുന്നത്. ഓക്കെ, 90% of you watch but don't subscribe. If you're getting value from this, hit subscribe now. Don't miss the next video.